നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ബി.ജെ.പി. നേടിയ ഉജ്ജ്വല വിജയത്തിന് പിന്നാലെ സർക്കാരുകൾ രൂപീകരിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കി ബി.ജെ.പി. നേതൃത്വം. പുതിയ നിയമസഭാ കക്ഷി നേതാക്കളെ തിരഞ്ഞെടുക്കുന്നതിനായി പശ്ചിമ ബംഗാളിലും അസമിലും നിരീക്ഷകരെ നിയമിക്കുകയും ചെയ്തു. ബംഗാളിന്റെ നിരീക്ഷണ ചുമതല കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെയാണ് ബി.ജെ.പി. ഏൽപ്പിച്ചിരിക്കുന്നത്. ജെ.പി. നദ്ദയെ അസമിലെ കേന്ദ്ര നിരീക്ഷകനായും നിരീക്ഷിച്ചു. മുഖ്യമന്ത്രിമാരെ ഉൾപ്പെടെ നിശ്ചയിക്കുന്നതിനായാണ് ബി.ജെ.പി. പാർലമെന്ററി ബോർഡ് കേന്ദ്ര നിരീക്ഷകരെ നിയമിച്ചിരിക്കുന്നത്. പശ്ചിമ ബംഗാളിലെ ചരിത്ര വിജയത്തിന് പിന്നാലെ സർക്കാരിന് നേതൃത്വം നൽകാൻ അമിത്ഷായെ നേരിട്ടാണ് പാർട്ടി രംഗത്തിറക്കിയിരിക്കുന്നത്. സഹനിരീക്ഷകനായ ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജിയും പ്രവർത്തിക്കും. ബംഗാളിൽ 294 അംഗം നിയമസഭയിൽ 207 സീറ്റുകൾ നേടിയാണ് ബി.ജെ.പി. വൻ മുന്നേറ്റം നടത്തിയത്. കഴിഞ്ഞ തവണത്തെ 77 സീറ്റുകളിൽ നിന്നാണ് ഈ കുതിച്ചുചാട്ടം. 15 വർഷത്തെ തൃണമൂൽ ഭരണത്തിനാണ് ഇതോടെ അന്ത്യമായത്. അസമിൽ തുടർച്ചയായ 3-ാം തവണയാണ് NDA സഖ്യം അധികാരം നിലനിർത്തിയിരിക്കുന്നത്. 126 അംഗ സഭയിൽ ബി.ജെ.പി. മാത്രം 82 സീറ്റുകൾ നേടി വ്യക്തമായ ഭൂരിപക്ഷം ഉറപ്പിച്ചു. സഖ്യകക്ഷികളായ അസം ഗണ പരിഷത്തും ബോഡോലാൻഡ് പീപ്പിൾസ് ഫ്രണ്ടും 10 സീറ്റുകൾ വീതം നേടി. ഇതോടെ ബി.ജെ.പി. സഖ്യത്തിന്റെ സീറ്റ് നില 102 ഉയർന്നു. അസമിൽ പുതിയ സർക്കാർ രൂപീകരണത്തിനായി കേന്ദ്ര നിരീക്ഷകനായി ജെ.പി. നദ്ദയെയും സഹനിരീക്ഷകനായി ഹരിയാന മുഖ്യമന്ത്രി നായബ് സിംഗ് സൈനിയെയുമാണ് ബി.ജെ.പി. നിയോഗിച്ചിരിക്കുന്നത്. അതേസമയം പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി നേടിയ സമാനതകളില്ലാത്ത വിജയത്തെയും തൃണമൂൽ കോൺഗ്രസിന്റെ കനത്ത തകർച്ചയെയും അംഗീകരിച്ച് ഒടുവിൽ മഹുവ മൊയ്ത്രി MP രംഗത്തെത്തിയിരുന്നു. വോട്ടെണ്ണൽ ദിനത്തിൽ EVM അട്ടിമറി ആരോപണങ്ങളുമായി ബഹളം വെച്ച മഹുവ ബി.ജെ.പിയുടെ തരംഗം മാഞ്ഞടിച്ചതോടെ മൗനത്തിലായിരുന്നു. എന്നാൽ ബി.ജെ.പി. 3-2 ഭൂരിപക്ഷവും കടന്ന് കുതിച്ചതോടെ ബംഗാൾ ബി.ജെ.പിയെ ആഗ്രഹിച്ചു. ബംഗാളിന് ബി.ജെ.പിയെ ലഭിച്ചുവെന്ന് മഹുവയ്ക്ക് ഫേസ്ബുക്കിലൂടെയും എക്സിലൂടെയും സമ്മതിക്കേണ്ടി വന്നു. ജനഹിതമാണ് പരമമെന്നും പരാജയപ്പെട്ടെങ്കിലും തങ്ങൾ പോരാടിയെന്നും മഹുവ കുറിച്ചു. മമതാ ബാനർജിയുടെ 15 വർഷത്തെ ഭരണത്തിന് അന്ത്യം കുറിച്ച് 206 സീറ്റുകളുമായാണ് ബി.ജെ.പി. ചരിത്ര വിജയം കുറിച്ചത്. മഹുവ മൊയ്ത്രയുടെ ലോക്സഭാ മണ്ഡലമായ കൃഷ്ണനഗറിൽ ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ തൃണമൂൽ കോൺഗ്രസ് തകർന്നടിഞ്ഞു. കൃഷ്ണനഗർ ഉത്തർ മണ്ഡലത്തിൽ ബി.ജെ.പിയുടെ താരക്നാഥ് ചാറ്റർജിയും കൃഷ്ണനഗർ ദക്ഷിണിൽ സാധൻ ഘോഷും വൻ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത്. മഹുവയുടെ സ്വന്തം തട്ടകത്തിൽ പോലും ബി.ജെ.പി. നേടിയ ഈ ആധിപത്യം തൃണമൂൽ നേതൃത്വത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. മമതാ ബാനർജിയുടെ ഭവാനിപൂരും അഭിഷേക് ബാനർജിയുടെ ഡയമണ്ട് ഹാർബറും ഉൾപ്പെടെയുള്ള തൃണമൂലിന്റെ ഉരുക്ക് കോട്ടകൾ ഇത്തവണത്തെ കാവിത്തരംഗത്തിൽ നിലം പരിശായി. വികസന വിരുദ്ധതയ്ക്കും പ്രീണന രാഷ്ട്രീയത്തിനുമെതിരെ ബംഗാൾ ജനത നൽകിയ ശക്തമായ പ്രഹരമാണിതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. കൊൽക്കത്തയും പരിസര പ്രദേശങ്ങളും ഉൾപ്പെടുന്ന പ്രസിഡൻസി ഡിവിഷനിൽ പോലും ബി.ജെ.പി. ഇത്തവണ വൻ മുന്നേറ്റമാണ് നടത്തിയത്. തുടക്കത്തിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളെ കുറ്റം പറഞ്ഞ മഹുവ മൊയ്ത്രയ്ക്ക് ബി.ജെ.പി. നേടിയ 200-ലധികം സീറ്റുകൾക്ക് മുന്നിൽ മറുപടിയില്ലാതായി. ഭരണഘടനാ മൂല്യങ്ങൾക്കായി തുടർന്നും പോരാടുമെന്ന് മഹുവ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ബംഗാളിലെ സാധാരണക്കാരായ ദളിത് ആദിവാസി വിഭാഗങ്ങളും നഗരവാസികളും ഒരേപോലെ ബി.ജെ.പിക്കൊപ്പം അണിനിരുന്നത് തൃണമൂലിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചിരിക്കുകയാണ്. പശ്ചിമ ബംഗാളിലെ ഈ വിജയം കിഴക്കൻ ഭാരതത്തിൽ ബി.ജെ.പിയുടെ കരുത്ത് വർദ്ധിപ്പിക്കുകയും ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴി തുറക്കുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.